എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കർക്കിടക മാസം കഴിയാൻ പോവുകയാണല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുതുവർഷം തുടങ്ങുന്നതിന് മുമ്പ് ചിങ്ങം 1 തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. 7 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 2 കാര്യങ്ങളെങ്കിലും നിങ്ങൾ നിർബന്ധമായും ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും തീരും. ഒരു വർഷത്തിൻ്റെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരും. സാക്ഷാൽ മഹാലക്ഷ്മി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇത് കേൾക്കുന്ന എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ ഈ കർക്കിടകം തീരുന്നതിന് മുമ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് പുതുവർഷത്തിൽ നിങ്ങൾ പുതുതായിട്ടൊരു തുടക്കം കുറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ വീട് രക്ഷപ്പെട്ടിരിക്കും. സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ വീട്ടിൽ നിറയുകയും ചെയ്യും. അപ്പോൾ ആ 7 കാര്യങ്ങൾ ഞാനിനി പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങളതിൽ 2 നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ചെയ്യണമെന്ന് ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, 7 കാര്യങ്ങൾ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കതിർക്കുല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കതിർക്കുല നിങ്ങൾ ഇങ്ങനെ കതിർക്കുല എടുത്ത് അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിച്ച് ചിങ്ങം 1 പിറക്കുന്നതിന് മുമ്പ്, അതായത് കർക്കിടകം അവസാന ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ അത് കെട്ടുക, നിങ്ങളുടെ വീട്ടിൽ തൂക്കുക. അങ്ങനെ തൂക്കുകയാണെങ്കിൽ ഏതാണ്ട് വീടിൻ്റെ മുൻഭാഗത്ത് വാതിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ ഇത് തൂക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾ വീടിനടുത്തുള്ള ദേവീക്ഷേത്രമോ മഹാവിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ കതിർക്കുല കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ വീടിൻ്റെ മുൻവാതിലിൽ തന്നെ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ കാണുന്ന രീതിയിൽ അത് കെട്ടിത്തൂക്കുക. അങ്ങനെ കെട്ടിത്തൂക്കുന്നത് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. അതാണ് ഒന്നാമത്തെ കാര്യം. ആ വീട് എന്തായാലും ആ ഒരു വർഷക്കാലം വളരെയധികം നല്ലതായിരിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും സമാധാനവും ഒക്കെ വന്നു ചേരും. ആ വീട് എന്തായാലും രക്ഷപ്പെടും. അത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഫലം എന്താണെന്ന് സ്വയം അനുഭവിച്ചറിയൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന ചിങ്ങം 1-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് സ്ത്രീകൾ ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇപ്പോൾ സ്ത്രീകൾ പോകുന്നില്ലെങ്കിൽ പുരുഷന്മാർക്കായാലും ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്ത്രീകൾ ചെയ്താൽ കൂടുതൽ നല്ലത്. ഗൃഹനാഥന്മാർ ചെയ്യുന്നതാണെങ്കിൽ കൂടുതൽ നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കുങ്കുമാർച്ചന, ഭഗവതിക്ക് കുങ്കുമാർച്ചന നടത്തുക. അപ്പോൾ കുങ്കുമാർച്ചന അല്ലെങ്കിൽ കുങ്കുമ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സിന്ദൂര പുഷ്പാഞ്ജലി എന്നൊക്കെ പേരിൽ ഇതറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള പുഷ്പാഞ്ജലി നടത്തുന്നത്, ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും വരും. അപ്പോൾ ഇത് ചെയ്യേണ്ടുന്നത് വീട്ടിലെ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പേരും നാളും പറഞ്ഞുകൊണ്ടായിരിക്കണം ഈ കുങ്കുമാർച്ചന നടത്തേണ്ടത്. അങ്ങനെ കുങ്കുമാർച്ചന നടത്തി കിട്ടുന്ന ആ കുങ്കുമപ്രസാദം അവിടുത്തെ, അപ്പോൾ അത്
ഇങ്ങനെ ലഭിക്കുന്ന ഈ പ്രസാദമുണ്ടല്ലോ, കുങ്കുമാർച്ചന നടത്തിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പ്രസാദം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരല്പം മഞ്ഞളും ജലവുമായിട്ട് ചാലിച്ച് ആ കുങ്കുമവും മഞ്ഞളും ചേരുന്ന ആ കുറി നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് ഇരുവശങ്ങളുമായിട്ട് ഒരു പൊട്ട് തൊടിയിക്കുന്ന പോലെ തൊടിയിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മെയിൻ ഡോറാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാന വാതിലിൻ്റെ ഇരു കട്ടിളകളുടെ ഇരുഭാഗങ്ങളായിട്ട് അത് തൊടുവയ്ക്കുക, ചാർത്തുക. അങ്ങനെ ചാർത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതും കർക്കിടകം അവസാനിക്കുന്ന സമയത്ത് ചിങ്ങം പിറക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യുക. ചിങ്ങം അങ്ങനെ ചെയ്യുന്നത് മഹാലക്ഷ്മിയെ നിങ്ങളുടെ വീട്ടിലേക്ക് ആനയിക്കും. ഇത് വളരെയധികം നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു ഭഗവതി സാന്നിധ്യം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. ഇത് വളരെയധികം നല്ലതായിരിക്കും. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. കുങ്കുമാർച്ചന നടത്തുക, പ്രസാദം വീട്ടിൽ കൊണ്ടുവന്ന് തൊടുവിക്കുക, പ്രധാന വാതിലിന് ഇരുവശത്തുമായിട്ട് തൊടുവിക്കുക. ഇതും വളരെയധികം നല്ലതായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ്. വീടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ കർക്കിടകം അവസാനിക്കുന്ന സമയത്ത് ഒരു കരിക്ക് നിങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. അത് നിങ്ങളുടെ വീട്ടിലുണ്ടായതോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കുന്നതോ ഇനിയോ അതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നതോ ആയിട്ടുള്ള കരിക്ക് ക്ഷേത്ര നടയിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾ ഇടിവിക്കുന്നതാണെങ്കിൽ അതിന് പ്രത്യേകം പറഞ്ഞ് തന്നെ ചെയ്യണം. അതായത് ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് തന്നെ കരിക്കിടിവിച്ച് ആ കരിക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കുക. ഇങ്ങനെ കൊണ്ടുപോകുന്നത് വളരെയധികം ഉത്തമമാണ്. പരമാവധി വീട്ടിലുള്ളത് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. തീരെ വീട്ടിലില്ലെങ്കിൽ, ഒരു തെങ്ങ് പോലും വീട്ടിലില്ലെങ്കിൽ മാത്രം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുക. അപ്പം അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് ഭഗവാന്റെ നടയിൽക്കൽ വെച്ച് നിങ്ങൾ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും നിങ്ങളുടെ അനുഗ്രഹിക്കണമെന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതും നിങ്ങൾക്കൊരു വർഷക്കാലം മുഴുവൻ ഉള്ള ഒരു ഫലം നൽകുന്നതായിരിക്കും. കർക്കിടകം അവസാനം തന്നെ ഇത് ചെയ്യുക. ചിങ്ങം തുടങ്ങുന്നതിന് മുമ്പേ ചെയ്യുക. ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നല്ലതായി വരികയേ ചെയ്യുകയുള്ളൂ. ഇതാണ് ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വീട്ടിലുണ്ടായിട്ടുള്ളത് വാങ്ങാൻ ശ്രമിക്കുക. ഇനി അടുത്ത കാര്യം, നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് ശിവക്ഷേത്രം വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശിവപാർവതിമാരുടെ ശിവകുടുംബ ചിത്രമോ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഓഗസ്റ്റ് 11-ാം തീയതി, അതായത് കർക്കിടകത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച ദിവസം, ഈ ഓഗസ്റ്റ് 11-ാം തീയതിക്ക് ശേഷം, അത് 11-ാം തീയതിയോ അതിന് ശേഷമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ നിലവിളക്കിൻ്റെ അടുത്ത് ശിവചിത്രം വെച്ച് ശിവചിത്രത്തിൽ ഒരു കൂവളമാല ചാർത്തുക. കടയിൽ നിന്ന് വാങ്ങിയതിനേക്കാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾ പറിച്ച് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കെട്ടി ചാർത്തുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം. 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക. നിലവിളക്ക് തെളിയിച്ച് ഓം നമഃ ശിവായ ചൊല്ലി ശിവഭഗവാനെ പ്രാർത്ഥിച്ച്, എന്ത് കാര്യം നിങ്ങൾക്ക് ഭഗവാനോട് പറയാനുണ്ടെങ്കിൽ അത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. ഈ കർക്കിടകം അവസാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ ദോഷങ്ങളൊക്കെ തീർന്ന് ചിങ്ങമാസത്തോടു കൂടി നിങ്ങൾക്ക് നല്ല കാലം വരുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളും ചെയ്യുക. ഇതും വളരെയധികം നല്ലതായിട്ടുള്ളതായിരിക്കും.
പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിനോട് ഒപ്പം തന്നെ ചെയ്യാനുള്ള ഒരു കാര്യം പോലെയാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ആയുർസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ആയുർസൂക്ത പുഷ്പാഞ്ജലി നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരിൽ ദേവീക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലോ പോയി ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് സൂക്ത പുഷ്പാഞ്ജലി നടത്തി ഭഗവാനെയോ ഭഗവതിയോ പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു വർഷം മുഴുവൻ നന്മ പ്രദാനം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് ചിങ്ങത്തെ വരവേൽക്കുക. അതും സൗഖ്യവും ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് വളരെയധികം ചെറിയ ഒരു 20-25 രൂപ മാത്രം നിങ്ങൾക്ക് ചിലവാവുകയുള്ളൂ. അതൊരു വലിയ ചിലവായി ഒരിക്കലും കരുതേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യേണ്ടുന്നതാണ്. ഇനി അടുത്തത് മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് അമ്മമാർ ചെയ്യേണ്ടുന്ന കാര്യമാണ്. മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, വീടിൻ്റെ കന്നിമൂലയിൽ തെക്കും പടിഞ്ഞാറും ചേരുന്ന ഭാഗത്ത് അരൂത മരം, ഒരു മൂട് അരൂത നട്ട് വളർത്തുക. ഒരു ചെറിയ ചെടിയാണ്, മഞ്ഞപ്പൂക്കളൊക്കെ ആയിട്ട്. അത് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അത് നട്ട് നനയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നല്ല പൂക്കളുണ്ടാകും. മാത്രമല്ല ഔഷധ സസ്യം കൂടിയാണ്. അത് വാങ്ങി നട്ട് വളർത്തുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവിതം രക്ഷപ്പെടുന്നതിനും അവരുടെ ഉയർച്ചയ്ക്കും തൊഴിൽപരമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ലതായിട്ട് വരും ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത്, നിങ്ങളുടെ വീട്ടിൽ അരി സൂക്ഷിക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ ആ അരിപ്പാത്രത്തിൽ ഒരു തുണിയിൽ ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വെള്ള തുണിയിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് എന്ന്. ഒന്നുമില്ല, ഒരു കഷ്ണം ഉണക്ക മഞ്ഞൾ, അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ വാങ്ങുക. പിന്നെ 5 കഷ്ണം ഏലയ്ക്ക, അത് പിന്നെ 5 ഗ്രാമ്പു, ഇതേപോലെ തന്നെ ഗ്രാമ്പു ഉണ്ടെങ്കിൽ അതൊരു 3 കഷ്ണം. പിന്നെ 1 രൂപയുടെ നാണയം. അപ്പോൾ 1 രൂപയുടെയോ 5 രൂപയുടെയോ എടുത്താൽ മതി. അങ്ങനെ ഒരു ഒറ്റ സംഖ്യ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നാണയവും കൂടെ വെച്ചിട്ട് ഒരു കിഴി കെട്ടി ഈ കാര്യങ്ങൾ പിന്നെ ഒരു നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിന് മുമ്പിൽ വച്ച് ഓം ശ്രീ മഹാലക്ഷ്മി നമഃ എന്ന് പറഞ്ഞ് ഒന്ന് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇത് അരിപ്പാത്രത്തിൻ്റെ അടിഭാഗത്ത് വയ്ക്കുക. അത് എടുക്കരുത്, എപ്പോഴും അത് അതിൻ്റെ അടിയിൽ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, അന്നത്തിനൊരു മുട്ടും വരില്ല, എപ്പോഴും ഒരു ധന ആകർഷണം ഉണ്ടാകുന്നതായിരിക്കും. സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി 7 കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ 2 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.